ഹായ്, വെൽക്കം ടു സൈലം IAS. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാമൂഹ്യ, സാമ്പത്തിക, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പണം ഗവൺമെൻറ് ചിലവാക്കണം. നമുക്കറിയാം, ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നു, അതുപോലെ സബ്സിഡികൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാണെങ്കിലൊക്കെ ഗവൺമെൻറ്റിന് പൈസ ആവശ്യമായിട്ട് വരും അല്ലേ. ഗവൺമെൻറ് ഒരുപാട് ചിലവുകൾ മീറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് ഈ ഒരു ഫണ്ട് കണ്ടെത്തുക? ഈ പറയുന്ന ചിലവുകൾ മീറ്റ് ചെയ്യാൻ എവിടെ നിന്നൊക്കെയാണ് ഗവൺമെൻറ് ഫണ്ട് കണ്ടെത്തുക? നമുക്കറിയാം, നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികളാണെങ്കിൽ നമുക്ക് ദൈനംദിന ചിലവുകളുണ്ട്, ഒരുപാട് ചിലവുകളുണ്ടല്ലേ. ഈ ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു. ആ ജോലിയിൽ നമുക്ക് സാലറി അല്ലെങ്കിൽ വേജസ് കിട്ടുന്നു. ആ ഒരു വരുമാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചിലവുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഈ പറയുന്ന ചിലവുകൾ നമുക്കറിയാം. ഗവൺമെൻറ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്ര ഫണ്ട് മാറ്റി വയ്ക്കുന്നു, വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്ര ഫണ്ട് മാറ്റി വയ്ക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, 25 ലക്ഷം രൂപ മുടക്കിയുള്ള വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുന്നു. ഇതിനെല്ലാം ഗവൺമെൻറ് എവിടെ നിന്നാണ് പൈസ കിട്ടുക? അപ്പോൾ ഗവൺമെൻറ്റിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാക്സേഷനെ പറ്റിയാണ്. ടാക്സേഷൻ ഒരു ക്ലാസ്സിൽ തീരുന്ന ഒരു ടോപ്പിക്കല്ല. നമ്മൾ 2-3 ക്ലാസ്സുകളിലായിരിക്കും ഈ ഒരു ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് നികുതി? ഇന്ത്യയിൽ നമ്മൾ ചുമത്തുന്ന പലതരത്തിലുള്ള നികുതികൾ ഏതൊക്കെയാണ്? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന GST. എന്താണ് GST? അതിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? മുന്നേ ഉണ്ടായിരുന്ന നികുതിയിൽ നിന്ന് GST എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടാക്സേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും ആവർത്തിച്ച് ടാക്സേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഒരു ഹോട്ട് ടോപ്പിക് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ടാക്സേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താ ഫിസ്ക്കൽ പോളിസി? ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പബ്ലിക് ഫൈനാൻസ് എന്ന് വെച്ചാൽ എന്താ? പൊതു ധനകാര്യം, ഗവൺമെൻറ്റിൻ്റെ ധനകാര്യം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ഗവൺമെൻറ്റിൻ്റെ റെസീപ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ധനകാര്യം എന്ന് പറയുന്നത്, പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് വരുമാനമുണ്ട്, ഗവൺമെൻറ്റിന് ചിലവുണ്ട്, ഗവൺമെൻറ് അതുപോലെ തന്നെ കടമെടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പബ്ലിക് ഫൈനാൻസിനകത്ത് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് ആ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു. ഫിസ്ക്കൽ പോളിസി, ബഡ്ജറ്റ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വരുമാനമാണ് ഗവൺമെൻറ്റിന് ഉണ്ടാകുക. പബ്ലിക് റവന്യൂവിനെ പറ്റി പറഞ്ഞപ്പോൾ 2 തരത്തിലുള്ള വരുമാനമാണ് ഗവൺമെൻറ്റിന് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ, സാമ്പത്തിക, അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് 2 തരത്തിൽ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. ഒന്ന് നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും അല്ലേ. ടാക്സ് റെസീപ്റ്റ് അല്ലെങ്കിൽ ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും. അപ്പോൾ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിന് പല ചിലവുകളുണ്ട്. ഈ ചിലവുകളെല്ലാം മീറ്റ് ചെയ്യാൻ ഗവൺമെൻറ് വരുമാനം കിട്ടിയേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ കടമെടുക്കാം, പക്ഷെ അതല്ലാത്ത മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? നികുതിയിൽ നിന്ന് കണ്ടെത്തുന്ന വരുമാനവും അതുപോലെ നികുതി അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന വരുമാനവും. അതാണ് ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും. നമുക്കറിയാം, ഈ ഒരു ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ തന്നെ ടാക്സ് റവന്യൂവിനെ പറ്റിയാണ്, ടാക്സിനെ പറ്റിയാണ്. അപ്പം നോൺ ടാക്സ് റവന്യൂ എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണ്ടേ? എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ നികുതി അല്ലാതെ, ടാക്സ് അല്ലാതെ ഗവൺമെൻറ്റിന് കിട്ടുന്ന മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ, മറ്റ് വരുമാനങ്ങളാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഫൈൻ അടിക്കും. അതുപോലെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ ഫൈൻ അടിക്കും. ഫൈൻ, പെനാൽറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുന്നു, ഫൈൻ ആൻഡ് പെനാൽറ്റി. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ലാഭം, ഡിവിഡൻഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് കിട്ടുന്ന പലിശ, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം, അതുപോലെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് ഗവൺമെൻറ് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പലിശ, ഈ പറയുന്ന കാര്യങ്ങൾ, ഫൈന്, പെനാൽറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റെസീപ്റ്റ് ആണ്, അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ ആണ്. നികുതി അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. അപ്പോൾ നികുതി അല്ലാതെ മറ്റ് പല മാർഗ്ഗങ്ങളിൽ നിന്നും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു
ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഗവൺമെൻറ് മൊത്തത്തിലുള്ള വരുമാനത്തിന് വളരെ കുറവാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെൻറ് വരുമാനത്തിൽ കൂടുതൽ നിൽക്കുന്ന ഏത് തന്നെയാണ്? ടാക്സ് റെസീപ്റ്റ് അല്ലെങ്കിൽ നികുതി വരുമാനം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ നികുതി എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും തന്നെ നികുതി കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്ര വരുമാനത്തിന് മുകളിലുള്ള ആൾക്കാർ നികുതി കൊടുത്താൽ പോരെ? അപ്പം നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ വീടിന് നികുതി കൊടുക്കുന്നില്ലേ? ആണല്ലോ. പ്രോപ്പർട്ടി ടാക്സ്, വീടിന് നികുതി നമ്മൾ പഞ്ചായത്തിൽ അടയ്ക്കുന്നില്ലേ? അതുപോലെ വസ്തുവിന് നികുതി, ലാൻഡ് ടാക്സ് നമ്മൾ വില്ലേജ് ഓഫീസിൽ അടയ്ക്കുന്നുണ്ടല്ലോ. ഇനി അതുപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ വിലയ്ക്കകത്ത് നികുതി വരുന്നില്ലേ? നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ലെങ്കിൽ പോലും നികുതി എമൗണ്ട് GSTയും കൂടെ ചേർത്തിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്? ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കുന്നുണ്ട്, വീടിന് നികുതി അടയ്ക്കുന്നുണ്ട്, വസ്തുവിന് നികുതി അടയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നികുതികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത്ര ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആൾക്കാർ മാത്രം കൊടുക്കുന്നതാണോ നികുതി? അല്ല. നികുതികൾ അതൊരു തരം നികുതി മാത്രം. മനസ്സിലായല്ലോ? ഒരു വരുമാനം കിട്ടുമ്പോൾ, ഇൻകം കിട്ടുമ്പോൾ കൊടുക്കുന്ന നികുതി മാത്രമാണ് നമ്മൾ പറഞ്ഞ ഇത്ര ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ കൊടുക്കാനുള്ളത്. പക്ഷെ അല്ലാതെയും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. സാധനങ്ങളുടെ മേൽ നികുതി കൊടുക്കുന്നുണ്ട്, വീടിന് മേൽ നികുതി കൊടുക്കുന്നുണ്ട്, വസ്തുവിന് മേൽ നികുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നികുതികൾ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? നികുതിയുമായി സ്ഥിരം ഇടപെടൽ നടത്തുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഈ ടാക്സ് റവന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാക്സ് റവന്യൂസ് ആർ ഇൻവോളണ്ടറി ആൻഡ് കമ്പൽസറി ഫീ ലെവീഡ് ബൈ ഗവൺമെൻറ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഗവൺമെൻറ്റിനോട് പറയാം, ഗവൺമെൻറ് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഇത്ര ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നികുതി അടയ്ക്കണം. നമുക്ക് ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റുമോ? പറ്റില്ല, നമ്മൾ നികുതി അടയ്ക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ നിർബന്ധമായിട്ടും നികുതി അടച്ചിരിക്കണം. ഗവൺമെൻറ് നമുക്ക് മേൽ നികുതി ചുമത്തിയാൽ, നമുക്ക് നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നികുതി അടച്ചിരിക്കണം. അതുകൊണ്ടാണ് അതൊരു കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സസ് ആർ കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെൻറ്റ്. നമുക്ക് വോളണ്ടറി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അടച്ചാൽ മാത്രം പോരാ, എല്ലാവരും നിങ്ങൾ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ നിങ്ങൾ നികുതി അടച്ചിരിക്കണം. അത് വ്യക്തികൾ മാത്രമാണോ? ഇല്ല, സ്ഥാപനങ്ങളും വ്യക്തികളും. അപ്പം ഗവൺമെൻറ് ആരുടെയൊക്കെ മേൽ നികുതി ചുമത്തുന്നുണ്ടോ അവരെല്ലാം തന്നെ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഇൻവോളണ്ടറി ആൻഡ് കമ്പൽസറി പേയ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. മനസ്സിലായല്ലോ? എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് നികുതി കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഫണ്ട് കണ്ടെത്താനാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? നികുതി കളക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നികുതി അടയ്ക്കുന്നത് വഴി, നിങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത് വഴി നമുക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ പറ്റുമോ? നമ്മൾ ടാക്സ് അടച്ചു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. റെസിപ്രോക്കൽ ബെനിഫിറ്റ് ടാക്സിൽ നിന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. എനിക്കിപ്പോൾ ഒരു 20 ലക്ഷം വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വർഷം 20 ലക്ഷം വരുമാനമുണ്ട്, ഞാൻ അതിന് മേൽ ഗവൺമെൻറ്റിന് നികുതി അടച്ചു. അങ്ങനെ അടച്ചത് കൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് വാങ്ങിക്കാൻ പറ്റും? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ റോഡ് ഇട്ട് തരണം, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കനാലുണ്ട്, അത് ക്രോസ് ചെയ്യാൻ എനിക്കൊരു പാലം കെട്ടിത്തരണം എന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ? ഡയറക്റ്റ് റെസിപ്രോക്കൽ ബെനിഫിറ്റ് ഒന്നും തന്നെ എനിക്ക് തിരിച്ച് കിട്ടില്ല. ഞാൻ നികുതി അടയ്ക്കുന്നത് കൊണ്ട് നികുതി അടച്ചു എന്നുള്ള റെസീപ്റ്റ് അല്ലാതെ വേറൊന്നും തന്നെ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ നോ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത്. ക്വിഡ് പ്രോക്കോ എന്ന് വെച്ചാൽ സംതിങ് ഇൻ റിട്ടേൺ. ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ തിരിച്ചെനിക്ക് എന്തെങ്കിലും കിട്ടണം, സംതിങ് ഇൻ റിട്ടേൺ, അതാണ് ക്വിഡ് പ്രോക്കോ. എന്നാൽ നോ ക്വിഡ് പ്രോക്കോ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അങ്ങോട്ട് നികുതി കൊടുക്കുന്നത് വഴി തിരിച്ചെനിക്ക് യാതൊന്നും തന്നെ കിട്ടുന്നില്ല. നികുതി അടച്ചുകൊണ്ട് സന്തോഷം, അത്രയും മാത്രമേ ഉള്ളൂ. റെസീപ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ തിരിച്ച് യാതൊന്നും തന്നെ കിട്ടത്തില്ല. ഞാൻ നികുതി അടയ്ക്കുന്ന വഴി എനിക്ക് ഡയറക്റ്റ് റെസിപ്രോക്കൽ ബെനിഫിറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ പറ്റില്ല. ഇനി ആർട്ടിക്കിൾ 265 ഇന്ത്യൻ ഭരണഘടനയിലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 265 നികുതിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് കേട്ടോ. വിത്തൗട്ട് അതോറിറ്റി ഓഫ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നികുതി പിരിക്കാൻ പറ്റില്ല. അതൊരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ, ഒരു നിയമം പറയുന്ന പ്രകാരമല്ലാതെ നികുതി പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 265. അതായത് ജനദ്രോഹപരമായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നികുതികൾ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ മേലോ സ്ഥാപനങ്ങളുടെ മേലോ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 265 പറയുന്നത്. അതായത് കൃത്യമായി നിയമം വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഗവൺമെൻറ്റിന് ജനങ്ങളുടെ മേൽ നികുതി പിരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് ആണെങ്കിലും, അതുപോലെ തന്നെ GSTക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, GST ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വഴി മാത്രമേ രാജ്യത്ത് ജനങ്ങളുടെ മേലും സ്ഥാപനങ്ങളുടെ മേലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നികുതി ചുമത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 265 പറയുന്ന വിത്തൗട്ട് അതോറിറ്റി ഓഫ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നികുതി കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാണ് നികുതിനെ പറ്റി പറയുന്നത്. ഇനി
എന്തുകൊണ്ട് നികുതി പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഗവൺമെൻറ് നികുതി കളക്ട് ചെയ്യുന്നത്? വൈ ടാക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് നികുതി ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പറയുന്ന വാർത്തകളിലെല്ലാം തന്നെ നികുതി റേറ്റ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും വാർത്തകൾ ഇടം പിടിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രത്തോളം വലിയ പ്രാധാന്യത്തോടുകൂടി നികുതി എന്ന് പറയുന്ന ഒരു ഘടകം കൺസിഡർ ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. ടാക്സേഷൻ ഹാസ് ബീൻ ദ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് മിക്ക രാജ്യങ്ങളിലും, പല രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും മിക്ക രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് നികുതി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളിപ്പോൾ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ 20% ഇൻകം ടാക്സ്, ഗവൺമെൻറ് മൊത്തം വരുമാനത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് 20% ഇൻകം ടാക്സ്, 18% GST, 17% കോർപ്പറേറ്റ് നികുതി, 5 to 6% എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ഗവൺമെൻറ് വരുമാനത്തിൻ്റെ 20%, 18% എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 50-60% വരുമാനം പല നികുതികളിൽ നിന്നാണ് ഗവൺമെൻറ്റിന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അതായത് ഗവൺമെൻറ്റിൻ്റെ നികുതി എന്ന് പറയുന്ന ഗവൺമെൻറ് മൊത്തം വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനമാണ്, വലിയൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദ മണി റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് മേ യൂസ് ഫോർ വേരിയസ് പേർപ്പസ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പണം ഗവൺമെൻറ് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, നമുക്കറിയാം വീടിൻ്റെ അടുത്ത് ഒരു റോഡ് ഇടുന്ന സമയത്തും ഒരു പാലം നിർമ്മിക്കുന്ന സമയത്തും നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയം. അപ്പോൾ നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള പണം എങ്ങനെ കണ്ടെത്തുക? നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണ്. മനസ്സിലായല്ലോ? ടോൾ പിരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ പണികളെല്ലാം തന്നെ ചെയ്യുന്നത്. റോഡിൻ്റെ, ബ്രിഡ്ജസിൻ്റെ, അതുപോലെ സ്കൂളുകളുടെ, ആശുപത്രികളുടെ എല്ലാം പണികൾ നടക്കുന്നത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം തന്നെ ഗവൺമെൻറ്റിന് പണം വേണം. നിങ്ങൾ ഇത്ര ആലോചിക്കുക, നമുക്കൊരു വീട് കെട്ടണമെങ്കിൽ പണം വേണ്ടേ? അതുപോലെ തന്നെ നമുക്കൊരു വസ്ത്രം വാങ്ങണമെങ്കിൽ പണം വേണ്ടേ? ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണ്ടേ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് വരുമാനം ആവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് വരുമാനം ആവശ്യമാണ്. പൊതുജനാരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വരുമാനം ആവശ്യമാണ്. പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോർമുലേഷൻ ഓഫ് ഗവൺമെൻറ് എക്കണോമിക് പോളിസീസ്. ഗവൺമെൻറ്റ്സ് എക്കണോമിക് പോളിസീസ്, അതായത് ഗവൺമെൻറ് നയങ്ങൾ രൂപീകരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ തയ്യാറാക്കുമ്പോൾ, എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ പല പോളിസികൾ, ടൂറിസം പോളിസിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഗവൺമെൻറ് നയങ്ങൾ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. ഗവൺമെൻറ്റിന് വരുമാനം കിട്ടണമെങ്കിൽ നികുതി കളക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നികുതി കളക്ട് ചെയ്താലേ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടത്തുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ ഗവൺമെൻറ് നയങ്ങൾ രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. ഗവൺമെൻറ്റിന് വരുമാനമില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പം പറയുകയാണ്, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം കേരള സംസ്ഥാനമാണെങ്കിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു. അതിപ്പോൾ സൗജന്യമായിട്ട് വാക്സിൻ കൊടുക്കുന്നു, സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്നു, ഇപ്പോൾ തൊഴിൽ രഹിതർക്കും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കോവിഡ് പോലുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ അത്തരത്തിലുള്ള പല പ്രതിസന്ധികളും നേരിടുന്ന സമയത്ത് സർക്കാർ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള വരുമാനം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നികുതി ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂട്ടുക, ജനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം വേറെയും കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം, കൺസംഷൻ കുറയ്ക്കാൻ നികുതി ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കറിയാം മദ്യം അല്ലേ, ആൽക്കഹോൾ കൺസംഷൻ അല്ലേ, ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കണമല്ലോ. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ നോക്കിയേ, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഇസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. എന്നിരുന്നാലും പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ കിട്ടുന്ന ആൽക്കഹോളിൻ്റെ വിലയല്ല വേറെ ഏതെങ്കിലും ഗോവയിൽ പോകുമ്പം കിട്ടുന്നത്. ഗോവയിലുള്ള ആൽക്കഹോളിൻ്റെ വിലയല്ല വേറെ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയിൽ മദ്യം വാങ്ങുന്ന സമയത്ത് കൊടുക്കാനുള്ളത്. ഇത് പൊതുവിൽ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്, സിനിമകളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിൽ വേറൊരു വില, കേരളത്തിൽ വേറൊരു വില, തമിഴ്നാട്ടിലെ മദ്യത്തിന് വേറൊരു വില? നമുക്കറിയാം ഓരോ സ്ഥലത്തും അതത് സംസ്ഥാന സർക്കാരുകളാണ് ഈ പറയുന്ന കണക്ക് മദ്യത്തിന് മേൽ നികുതി ഏർപ്പെടുത്തുന്നത്. അപ്പോൾ മദ്യത്തിന് മേൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ നികുതി നിരക്ക. മനസ്സിലായോ? കേരളത്തിൽ മദ്യത്തിൻ്റെ മേൽ 200% മുകളിലാണ്, 220% കേരളത്തിൽ മദ്യത്തിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മദ്യത്തിൻ്റെ മേൽ ഇത്രയും ഉയർന്ന നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന നികുതി ഏർപ്പെടുത്തിയാൽ മദ്യത്തിൻ്റെ വില
വളരെയധികം ഉയരും അല്ലേ. മദ്യത്തിൻ്റെ വില ഉയരുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മദ്യം വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അദ്ദേഹം പതുക്കെ മദ്യപാനം നിർത്തും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യത്തിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മദ്യത്തിൻ്റെ വില ഉയരും. അതുകൊണ്ട് തന്നെ ഒരു മദ്യപിക്കുന്ന ആൾ, സാധാരണക്കാരനല്ല, മദ്യപിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? മദ്യം ഉപേക്ഷിക്കുന്നതിന് കാരണമാകും. ക്ലിയർ അല്ലേ? ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കൺസംഷൻ ഓഫ് സർട്ടൻ ഐറ്റംസ്. ചില ഉൽപ്പന്നങ്ങളുടെ, പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, അതുപോലുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ അതിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയാൽ മതിയാകും. അപ്പോൾ അതും നികുതി കൊണ്ടുള്ളൊരു ഗുണമല്ലേ? ചില ഉൽപ്പന്നങ്ങളുടെ കൺസംഷൻ കുറയ്ക്കുന്നതിന് ഉയർന്ന നികുതി കാരണമാകും. റെഡ്യൂസ് റിച്ച് പുവർ ഡിവൈഡ്. അതായത് നമുക്കറിയാം, എപ്പോഴും വരുമാനം കൂടിയ ആൾക്കാർ കൂടിയ നികുതിയാണ് കൊടുക്കാനുള്ള അല്ലേ. ഉയർന്ന ശതമാനം, ഉയർന്ന നിരക്കിലാണ് നികുതി കൊടുക്കാനുള്ളത്. ഇപ്പോൾ 20 ലക്ഷം വരുമാനമുള്ള ആളെക്കാളും കൂടുതൽ നികുതി 25 ലക്ഷം വരുമാനമുള്ള ആൾ കൊടുക്കണം. അതിനേക്കാളും കൂടുതൽ നികുതി 50 ലക്ഷമുള്ള ആൾ കൊടുക്കണം. അതിനേക്കാളും കൂടുതൽ നികുതി 1 കോടി വരുമാനമുള്ള ആൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടുന്തോറും നമ്മൾ കൊടുക്കുന്ന നികുതിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉയർന്ന വരുമാനമുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ നികുതി ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നു. മാത്രമല്ല, ഈ നികുതി കിട്ടുന്ന പൈസ ഗവൺമെൻറ് സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക് പല പ്രവർത്തനങ്ങൾ വഴി വിതരണം ചെയ്യുന്നു. ഉദാഹരണം, തൊഴിലുറപ്പ് പദ്ധതികൾ വഴി, അതുപോലെ തന്നെ പെൻഷൻ വഴി, സബ്സിഡികളായിട്ടൊക്കെ സാധാരണ ആൾക്കാർക്കും വിതരണം ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ റിച്ച് പുവർ ഡിവൈഡ് അവിടെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതായത് പണക്കാരായിട്ടുള്ള ആൾക്കാർ വീണ്ടും പണക്കാരാകുന്നു, പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ വീണ്ടും പാവപ്പെട്ടവരാകുന്നു എന്നാണല്ലോ നമ്മൾ പൊതുവിൽ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പൊതുവിൽ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്ന, പണക്കാർക്ക് കൂടുതൽ പണം കിട്ടുന്നു, പാവപ്പെട്ടവർക്ക് കുറച്ച് പണം, അവർക്ക് വീണ്ടും കിട്ടുന്ന പണത്തിൻ്റെ അളവ് കുറയുന്നു എന്നാണല്ലോ പറയുന്നത്. അത് ഒഴിവാക്കാൻ ഉയർന്ന നികുതി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഉയർന്ന നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പണക്കാരൻ്റെ കയ്യിൽ നിന്ന്, പണമുള്ളവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ നികുതി കളക്ട് ചെയ്യാം. അത് പല പ്രവർത്തനങ്ങളായി സാധാരണ ജനങ്ങളിലെ ഗവൺമെൻറ്റിന് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ റിച്ച് പുവർ ഡിവൈഡും ഇനിക്വാലിറ്റി, ഒരു സമൂഹത്തിലുള്ള ഇനിക്വാലിറ്റി കുറയ്ക്കാനും നികുതി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നികുതി കൊണ്ടുള്ള പ്രാധാന്യം. വൈ ടാക്സ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന റീസൺസ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നികുതികളെന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡയറക്റ്റ് ടാക്സസ്, ഇൻഡയറക്റ്റ് ടാക്സസ് എന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഡയറക്റ്റ് ടാക്സസ് പ്രത്യക്ഷ നികുതി നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സസ് പരോക്ഷ നികുതി എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാവേ. ഇവിടെ എ എന്ന് പറയുന്ന ഒരാൾ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരുമാനം 20 ലക്ഷമാണെന്ന് വിചാരിക്കാം. 20 lakhs ആണ് അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരുമാനം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് മേൽ നികുതി ആർക്ക് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കേസ്, എ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് 20 ലക്ഷം വരുമാനം കിട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇൻകം ടാക്സ്, അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് മേലുള്ള ടാക്സ് ഗവൺമെൻറ്റിന് അദ്ദേഹം അടച്ചു. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹം ഒരു ഉൽപ്പാദകനാണ്, പ്രൊഡ്യൂസറാണ്, ഉൽപ്പാദകൻ. അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുന്നേ ഞാനാണ് ബി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിച്ചു, ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച്, പക്ഷേ ഫാക്ടറി വിട്ട് പുറത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഗവൺമെൻറ്റിന് അവിടെ എന്തടച്ചിരിക്കണം? ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, ബി എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള ഞാൻ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ വിൽക്കുന്നതിന് മുന്നേ ആർക്ക് ടാക്സ് അടച്ചിരിക്കണം? ഗവൺമെൻറ്റിന് ടാക്സ് അടച്ചിരിക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? സി എന്ന് പറയുന്ന കൺസ്യൂമറിന് ഈ മൊബൈൽ ഫോൺ വിൽക്കുന്ന സമയത്ത് ആ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് ഞാൻ അടച്ച ടാക്സിൻ്റെ എമൗണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും അതിൻ്റെ വില ഈടാക്കുക. മൊബൈൽ ഫോണിൻ്റെ വില MRP എന്നല്ലേ രേഖപ്പെടുത്തുക, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വില. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള ഞാൻ മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിൽക്കുന്നതിന് മുന്നേ അതിൻ്റെ നികുതി എത്രയാണോ അത് ഗവൺമെൻറ്റിന് അടച്ചിരിക്കണം. അവിടെ GST ആണ് ഞാൻ അടയ്ക്കുന്നത്. ആ നികുതി ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ വിലയ്ക്കകത്ത്, മൊബൈൽ ഫോണിൻ്റെ വില 100 രൂപയെ കാണുള്ളൂ, പക്ഷേ ഞാൻ നികുതി 10 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 110 രൂപയായിട്ട് ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യണം? അദ്ദേഹം ആ സാധനം വാങ്ങുമ്പോൾ ആ നികുതിയും കൂടെ ബി ആയിട്ടുള്ള എൻ്റെ കയ്യിൽ തരണം.
പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. രണ്ട് കണ്ടീഷനിലും എന്താ നികുതി അടയ്ക്കുക ചെയ്തത്. പക്ഷേ രണ്ട് കണ്ടീഷനും രണ്ട് കേസിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്താ ഒന്നാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തിക്ക് 20 ലക്ഷം വരുമാനം കിട്ടി. എ എന്ന് പറയുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടി. എ അതുകൊണ്ട് ഗവൺമെൻറ്റിന് നേരിട്ട് നികുതി അടച്ചു. രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറയുന്ന വ്യക്തി ഉൽപ്പാദകനാണ്. ബി സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഗവൺമെൻറ്റിന് നികുതി അടച്ചു. അതിനുശേഷം അദ്ദേഹം ഈ ഒരു മൊബൈൽ ഫോൺ സി എന്ന് പറയുന്ന കസ്റ്റമറിന് വിറ്റു. നിങ്ങൾ ആ കസ്റ്റമർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിറ്റു. നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ വിലയ്ക്കൊപ്പം ഞാൻ അടച്ച GSTയും കൂടെ ഞാനിങ്ങനെ കളക്ട് ചെയ്തു. ഇവിടെ എന്താ സംഭവം? ഇവിടെ രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നികുതി ഗവൺമെൻറ്റിന് അടച്ചതാരാ? ബി ആണല്ലേ. ബി ആണ് ഗവൺമെൻറ്റിന് നികുതി അടച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ പൈസ പോയത് ആരുടെ കയ്യിൽ നിന്നാണ്? സിയുടെ കയ്യിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യം നികുതി അടയ്ക്കാനുള്ള ബാധ്യത വന്ന് വീഴുന്നത് ബിയുടെ തലയിൽ. അതുകൊണ്ടാണ് ബി എന്ത് ചെയ്തത്? ഗവൺമെൻറ്റിന് നികുതി അടച്ചത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നികുതി ആദ്യമായിട്ട് അടയ്ക്കാനുള്ള ബാധ്യത ആരുടെ തലയിൽ വന്ന് വീഴുന്നു? അതിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബേർഡൻ ഓഫ് ടാക്സിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബി സാധനം ഉൽപ്പാദിപ്പിച്ച ആളാണ്. അപ്പോൾ സാധനം ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ അദ്ദേഹം ഗവൺമെൻറ്റിന് നികുതി അടച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഇമ്പാക്റ്റ് ആരുടെ തലയിലാ? ബിയുടെ തലയിലാ. പക്ഷേ ഫൈനൽ ബേർഡൻ ബി ആണോ വഹിക്കുന്നത്? ഞാനാണോ? ഞാൻ ഗവൺമെൻറ്റിന് നികുതി അടച്ചു. പക്ഷേ ഞാൻ സാധനം നിങ്ങൾക്ക് വിറ്റു. നിങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്തില്ലേ ഞാൻ? അപ്പോൾ ഫൈനൽ ബേർഡൻ എൻ്റെ തലയിലാണോ? ഞാൻ ഗവൺമെൻറ്റിന് അടച്ചു. ആ പൈസ പക്ഷേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെ നിന്നും വാങ്ങിച്ചു. ഫൈനൽ ബേർഡൻ എൻ്റെ തലയിലാണോ? അല്ലാതെ നിങ്ങളുടെ തലയിലാ. അപ്പോൾ ഫൈനൽ ബേർഡനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻസ്. അത് നിങ്ങളുടെ തലയിലാ. ഇൻസിഡൻസ് ഓൺ ടാക്സ്. അപ്പോൾ ഫസ്റ്റ് ബേർഡൻ, നികുതി അടയ്ക്കാനുള്ള ആദ്യ ചുമതല എൻ്റെ കയ്യിലാണ്. ഞാൻ നികുതി അടച്ചു. പക്ഷേ ആ പൈസ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. ഞാൻ എൻ്റെ ലൈബിലിറ്റി നിങ്ങളുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആരാ ഇവിടെ നികുതി കയ്യിൽ നിന്ന് പൈസ പോയത്? ആരെയാ? സി എന്ന് പറയുന്ന കസ്റ്റമർ. പക്ഷെ അവർ നേരിട്ടാണോ അടച്ചത്? അല്ല, അവർ ഇൻഡയറക്റ്റായിട്ടാണ് ഗവൺമെൻറ് അടച്ചത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഇൻഡയറക്റ്റ് ടാക്സ്? കാരണം ഞാൻ നികുതി അടച്ചു, പക്ഷേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ ഇൻഡയറക്റ്റായിട്ട് നികുതി അടച്ചത് ഞാൻ വഴി അടച്ചു. അതായത് എനിക്കാണ് ഇമ്പാക്റ്റ്, അടയ്ക്കാനുള്ള ബാധ്യത എൻ്റെ തലയിലാണെങ്കിലും അതുകൊണ്ട് ഞാൻ ഇമ്പാക്റ്റ് എനിക്കായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഗവൺമെൻറ് നികുതി അടച്ചു. പക്ഷേ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കാണ് ഫൈനൽ ബേർഡൻ. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേലില്ല. അപ്പോൾ ഞാൻ ലൈബിലിറ്റി ഒരാളുടെ തലയിൽ നിന്ന് വേറൊരാളുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള നികുതിയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ലൈബിലിറ്റി ഈസ് ഷിഫ്റ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളുടെ തലയിൽ നിന്ന് ലൈബിലിറ്റി മറ്റൊരാളുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നികുതിനെയാണ് എന്തെന്ന് പറയുക? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ റിയൽ ബേർഡൻ ഓഫ് ദ ടാക്സ് ഇസ് നോട്ട് ബോൺ ബൈ ദ ടാക്സ് പെയർ. നികുതി അടയ്ക്കുന്ന ആൾ ആരാണോ? ഞാൻ. എനിക്കാണോ യഥാർത്ഥ ബേർഡൻ? അല്ല. ഞാൻ എന്ത് ചെയ്യും? മറ്റൊരാളുടെ തലയിലോട്ട്, അതായത് കസ്റ്റമറുടെ തലയിലോട്ട് ആ ബാധ്യത എടുത്ത് വയ്ക്കും. ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബാധ്യത നിങ്ങളുടെ തലയിലോട്ട് വയ്ക്കുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുക. അപ്പോൾ ഇമ്പാക്റ്റ് ഇസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഓൺ അനദർ. ഇമ്പാക്റ്റ് എൻ്റെ തലയിലും ഇൻസിഡൻസ് നിങ്ങളുടെ തലയിലും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ മേടിക്കുക. ഉദാഹരണം GST, എക്സൈസ് ഡ്യൂട്ടി. GST ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ, ഒരു വസ്ത്രം മേടിക്കുമ്പോൾ നിങ്ങളതിൽ GST കൊടുക്കില്ലേ? ഫോൺ മേടിക്കുമ്പോൾ GST കൊടുക്കില്ലേ? പക്ഷേ നിങ്ങൾ നേരിട്ട് ഗവൺമെൻറ്റിനാണോ കൊടുക്കുന്നത്? അല്ല, കച്ചവടക്കാരനെ കൊടുക്കുന്നത്. കാരണം കച്ചവടക്കാരൻ ഓൾറെഡി അത് അടച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും. എന്നാൽ ഇപ്പുറത്തോട്ട് വന്നാൽ നമ്മുടെ ഒന്നാമത്തെ കേസിലോട്ട് വന്നാൽ, ഇത് രണ്ടാമത്തെ കേസ്. ഒന്നാമത്തെ കേസിലോട്ട് വന്നു കഴിഞ്ഞാലോ, ഫസ്റ്റ് കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തിക്കാണ് വരും. ഞാൻ എ ആണെന്ന് വിചാരിക്കുക. എനിക്ക് 20 ലക്ഷം കിട്ടി. ഞാൻ ഗവൺമെൻറ്റിന് നികുതി അടച്ചു. നികുതി അടച്ചത് കൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ആർക്കാ? ഇമ്പാക്റ്റ് ആർക്ക് തന്നെയാ? എക്കാണ് അല്ലേ? കാരണം ഞാനാണ് നികുതി അടയ്ക്കാനുള്ള ബാധ്യത. എനിക്കാണല്ലോ 20 ലക്ഷം കിട്ടിയത്. അപ്പോൾ ഇമ്പാക്റ്റ് എൻ്റെ തലയിൽ തന്നെയാണ്. ഇനി ഞാൻ ഈ നികുതി അടച്ചു. എനിക്ക് ഈ ബാധ്യത എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അങ്കിളിൻ്റെ തലയിലോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് തന്നെയാണ് ബാധ്യത. എനിക്കാണ് 20 ലക്ഷം കിട്ടിയത്. ഞാൻ തന്നെയാണ് നികുതി അടയ്ക്കാനുള്ളത്. ഫസ്റ്റ് ബേർഡനും എനിക്ക് തന്നെയാണ്, ഫൈനൽ ബേർഡനും എനിക്ക് തന്നെയാണ്, ഇൻസിഡൻസും എനിക്ക് തന്നെയാണ്. അല്ലാതെ എനിക്ക് ബാധ്യത അപ്പുറത്തെ വീട്ടിലെ അങ്കിളിൻ്റെയോ ഇപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെയോ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇമ്പാക്റ്റും എനിക്ക്, ഇൻസിഡൻസും എനിക്ക്, ഫസ്റ്റ് ബേർഡനും എനിക്ക്,
ഫൈനൽ ബർഡനും എനിക്ക്, ഞാൻ തന്നെയാണ് നികുതി അടയ്ക്കാനുള്ളത്. അപ്പം ഞാൻ തന്നെ നേരിട്ട് നികുതി അടയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നികുതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി. വ്യത്യാസം മനസ്സിലായല്ലേ? അപ്പോൾ എന്താ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ടാക്സ് വിച്ച് ഇസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ബൈ ദി ടാക്സ് പെയർ. ടാക്സ് പെയർ നേരിട്ട് ഗവൺമെൻറ് അടയ്ക്കുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. റിയൽ ബേർഡൻ ഈസ് ബോൺ ബൈ ദ ടാക്സ് പെയർ. ഇവിടെ യഥാർത്ഥ ബാധ്യത ആരുടെ തലയിലായിരിക്കും? ടാക്സ് പെയറുടെ തലയിലായിരിക്കും. ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓൺ സെയിം പേഴ്സൺ. ഇവിടെ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരാളുടെ തലയിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞു നികുതി അടയ്ക്കുന്നത് ആരോ അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ് ഇമ്പാക്റ്റും വരിക, അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ് ഇൻസിഡൻസും വരിക. പറഞ്ഞ മനസ്സിലായല്ലോ? എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ് ആർ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ആദായ നികുതി, വ്യക്തിഗത ആദായ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്. നമുക്ക് ഇത്ര ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ നികുതി കൊടുക്കണം. ഇനി കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ആർ പെയ്ഡ് ബൈ ദി കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ കമ്പനീസ്. അവരുടെ പ്രോഫിറ്റിൻ്റെ മേൽ, കമ്പനികളുടെ ലാഭത്തിൻ്റെ മേൽ കമ്പനികൾ കൊടുക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കമ്പനികൾ കൊടുക്കുന്ന കമ്പനി നികുതി എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ടാക്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് കേസ് ഡയറക്റ്റ് ടാക്സ്, ഇൻസിഡൻസും ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരാളിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലയബിലിറ്റി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെയും നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ ശതമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അതായത് ഇൻകത്തിൻ്റെയും ടാക്സ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. പ്രോഗ്രസീവ്, റിഗ്രസീവ്, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ടാക്സ്. പ്രോഗ്രസീവ്, റിഗ്രസീവ് ആൻഡ് പ്രൊപ്പോർഷണൽ ടാക്സ്. ഏതൊക്കെയാണ്? പ്രോഗ്രസീവ്, റിഗ്രസീവ് ആൻഡ് പ്രൊപ്പോർഷണൽ ടാക്സ്. പ്രോഗ്രസീവ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്താ ഇൻകം increases, tax rate also increases. ഇൻകം കൂടുമ്പോൾ നികുതി നിരക്കും കൂടുന്നു. ഉദാഹരണം, 100 രൂപ വരുമാനമുള്ള ആൾക്കാർ 10% നികുതി അടയ്ക്കണം. ഇനി 1000 രൂപ വരുമാനമുള്ള ആൾക്കാർ 15% നികുതി അടയ്ക്കണം. 10,000 രൂപ വരുമാനമുള്ള ആൾക്കാർ 20% നികുതി അടയ്ക്കണം. 1,00,000 രൂപ വരുമാനമുള്ള ആൾക്കാർ 25% നികുതി അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഇൻകം കൂടുന്ന സമയത്ത് ഞാൻ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് അല്ല നമ്മൾ പറയുന്ന ടാക്സ് റേറ്റ്, ഞാൻ അടയ്ക്കുന്ന നികുതി നിരക്കും കൂടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നികുതി സംവിധാനത്തിനാണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രസീവ് ടാക്സേഷൻ. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുന്നവരിൽ നിന്ന്, കൂടിയ വരുമാനം ഉള്ളവരിൽ നിന്ന് നമ്മൾ കൂടുതൽ റേറ്റിൽ നികുതി കളക്ട് ചെയ്താൽ അതിനെയാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അല്ലേ? കൂടുതൽ വരുമാനമുള്ളവരിൽ നിന്നല്ലേ കൂടുതൽ നികുതി കളക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻകം ഉള്ളവരിൽ നിന്ന് കൂടുതൽ റേറ്റിൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻകവും ടാക്സ് റേറ്റും തമ്മിലൂടെ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റും കൂടുന്നു. അതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസീവ് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പ്രോഗ്രസീവ് ടാക്സ് ഇസ് എ ടാക്സ് സിസ്റ്റം ദാറ്റ് ഇൻക്രീസ് റേറ്റ് ആസ് ദ ടാക്സബിൾ ഇൻകം ഗോസ് അപ്പ്. നമ്മുടെ രാജ്യത്തെ ഇൻകം ടാക്സ് പ്രോഗ്രസീവ് ടാക്സിനൊരു ഉദാഹരണമാണ് കേട്ടോ. അതെ, നോക്കിയേ, 4 ലക്ഷം വരെ 0%, 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 to 16 lakh 15%. നമുക്കറിയാമെന്ന് വെച്ചാൽ എന്താ? വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്ന ടാക്സ് റേറ്റ് വ്യത്യാസം വരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന നികുതി നിരക്കിലും വർധനവുണ്ട്. അപ്പോൾ ഇതിനെയാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് റെഷീമിനെയാണ് പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സിനൊരു ഉദാഹരണമാണ്. കാരണം പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തികൾ കൊടുക്കുന്ന ആദായ നികുതി, വ്യക്തികൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സിനൊരു ഉദാഹരണമാണ്. കാരണം കൂടുതൽ വരുമാനം കൂടുന്തോറും നമ്മൾ കൊടുക്കുന്ന നികുതി നിരക്കും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തതാണ് റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. റിഗ്രസീവ് ടാക്സ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് കുറയുന്നു. നമ്മുടെ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് കേട്ടോ ടാക്സ് നോക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാവേ, ഒന്ന് ശ്രദ്ധിച്ചേ. 2 ആൾക്കാരെ എടുക്കാം. എ എന്ന് പറയുന്ന ഒരാൾ, ബി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം വേണം, നമുക്കൊരു 10 ലക്ഷം വയ്ക്കാം. 10 ലക്ഷം രൂപയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന ആളുടെ വരുമാനം 10 ലക്ഷം രൂപയാണ്.
ബി എന്ന് പറയുന്ന ആളുടെ വരുമാനം 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആളുടെ ഇൻകം 10 lakhs ആണ്, ബി എന്ന് പറയുന്ന ആളുടെ ഇൻകം 1 crore ആണ്. ഇവർ രണ്ടുപേരും ഒരേ കാർ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരേ മോഡൽ കാറ്, ഒരേ മോഡൽ എല്ലാം, ഒരേ കമ്പനി, ഒരേ മോഡൽ, എല്ലാം സെയിം സാധനമായിട്ടുള്ള ഒരേ വേരിയൻറ്റിലൊക്കെയുള്ള കാർ എടുക്കുന്നു. എൻ്റെ അർത്ഥം ഒരേ റേറ്റാണ് അവർ കൊടുക്കുന്നത് ആ കാറിന്, അല്ലേ? രണ്ടുപേരും കൊടുക്കുന്നത് സെയിം റേറ്റാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അതിനടയ്ക്കുന്ന GST സെയിം ആയിരിക്കില്ലേ? ഒരേ മോഡൽ, ഒരേ സാധനം എടുത്താൽ രണ്ടുപേരും അടയ്ക്കുന്ന GST അല്ലെങ്കിൽ നികുതിയും സെയിം ആയിരിക്കുമല്ലോ. ഇവിടെ നോക്കി, ഈ കാറിന് രണ്ടുപേരും അടച്ച GST അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 1 lakh. ഈ കാറിന് രണ്ടുപേരും അടച്ച നികുതി 1 ലക്ഷം. ഇനി എയുടെ വരുമാനം എത്രയാ? 10 ലക്ഷം അല്ലേ? എ അടച്ച നികുതി എത്രയാ? ടാക്സ് എത്രയാ? 1 ലക്ഷം. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് എയുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം? എയുടെ ഇൻകം എന്ന് പറയുന്നത് 10 lakh ആണ്. എ അടച്ച ടാക്സ് 1 lakh ആണ്. അപ്പോൾ 10 lakhൻ്റെ എത്ര പെർസെൻറ്റേജാണ് 1 lakh? 10% ഓഫ് 10 lakh അല്ലേ? 1 ലക്ഷം എന്ന് പറയുന്നത് എയുടെ വരുമാനത്തിൻ്റെ 10%. അപ്പോൾ അടച്ച നികുതി എന്ന് പറഞ്ഞാൽ 10%, വരുമാനത്തിൻ്റെ 10%. അതേസമയം ബിയുടെ വരുമാനം 1 കോടി, അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് 1 ലക്ഷം എന്ന് പറയുന്നത്? 1 കോടിയുടെ എത്ര പെർസെൻറ്റേജാണ് 1 ലക്ഷം? 1% അല്ലേ? 1%. 1% ഓഫ് 1 crore. അപ്പോൾ ബി അടച്ച നികുതി എന്ന് പറയുന്നത് ബിയുടെ വരുമാനത്തിൻ്റെ 1%. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യും എന്നല്ലേ പറഞ്ഞത്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഇൻകം 10 ലക്ഷം, എയുടെ വരുമാനം 10 ലക്ഷം, ബിയുടെ 1 കോടി. അപ്പോൾ ഇൻകം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ? ഇൻകം 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ടാക്സ് റേറ്റ് 10% നിന്ന് 1% കുറഞ്ഞു. ടാക്സ് റേറ്റ് കുറഞ്ഞു. കണ്ടല്ലോ, ഞാൻ പറഞ്ഞു എമൗണ്ട് അല്ല നോക്കുന്നത്, ടാക്സ് റേറ്റ്. എങ്ങനെയാണ് നോക്കുന്നത്? എൻ്റെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ഞാൻ നികുതി കൊടുത്തതാണ് ടാക്സ് റേറ്റ്. എൻ്റെ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഞാൻ ടാക്സ് കൊടുത്തതാണ് എൻ്റെ ടാക്സ് റേറ്റ്. എൻ്റെ വരുമാനം 10 ലക്ഷം, അതിൻ്റെ 10% ഞാൻ ടാക്സ് കൊടുത്തത് 1 ലക്ഷം. എമൗണ്ട് അല്ല നോക്കുന്ന, ടാക്സ് റേറ്റ്. എൻ്റെ വരുമാനത്തിൻ്റെ 10% ഞാൻ ടാക്സ് കൊടുത്തത്. അതേസമയം 1 കോടി വരുമാനമുള്ള ആൾ സെയിം എമൗണ്ടാണ് കൊടുത്തതെങ്കിലും അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 1% അദ്ദേഹം ടാക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയായിട്ട് വരുമാനം കൂടിയപ്പോൾ അവർ സെയിം എമൗണ്ട് തന്നെ കൊടുത്താലും അവരടയ്ക്കുന്ന ടാക്സ് റേറ്റിൽ കുറവുണ്ടായി. വരുമാനം കൂടിയപ്പോൾ ടാക്സ് റേറ്റ് കുറഞ്ഞു. മനസ്സിലായല്ലോ? നമ്മുടെ രാജ്യത്തെ എല്ലാവിധ ഇൻഡയറക്റ്റ് ടാക്സസും, ഉദാഹരണം GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും എന്തിനുദാഹരണമാണ്? റിഗ്രസീവ് ടാക്സിന് ഉദാഹരണമാണ്. അപ്പോൾ റിഗ്രസീവ് ടാക്സ് സിസ്റ്റം ഇസ് എ കൈൻഡ് ഓഫ് ടാക്സ് സിസ്റ്റം വെയർ ടാക്സ് റേറ്റ് ഡിമിനിഷസ് ആസ് എ ടാക്സബിൾ ഇൻകം ഇൻക്രീസസ്. കൂടുതൽ വരുമാനമുള്ള ആൾ കുറഞ്ഞ നിരക്കിൽ നികുതി കൊടുക്കുന്നു. എങ്ങനെയാണ് നിരക്ക് നോക്കുക? ശതമാനം, റേറ്റ് എങ്ങനെയാണ് നോക്കുന്നത്? അവരുടെ ഇൻകമായിട്ട് കമ്പയർ ചെയ്യണം. അവരുടെ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് അവർ കൊടുത്ത ടാക്സ്. ഇവിടെ 10 ലക്ഷമുള്ള ആളുടെ ഇൻകത്തിൻ്റെ 10% അയാൾ അടച്ച 1 ലക്ഷം. ഇനി 1 കോടിയുള്ള ആളുടെ ഇൻകത്തിൻ്റെ 1% അദ്ദേഹം കൊടുത്ത 1 ലക്ഷം. അപ്പോൾ നോക്കുമ്പോൾ ഇൻകം കൂടിയപ്പോൾ അവരടയ്ക്കുന്ന ടാക്സ് റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം തന്നെ റിഗ്രസീവ് ടാക്സിന് ഉദാഹരണമാണ്, GST പോലുള്ളവയെല്ലാം. ഇതിന് അടുത്തത് പ്രപ്പോർഷണൽ ടാക്സ്. പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളാണ്. എന്താണ്? ഇൻകം എത്ര തന്നെ കൂടിയാലും കുറഞ്ഞാലും ടാക്സ് റേറ്റ് യാതൊരു ചേഞ്ചും ഇല്ലാതെ തുടരുന്നു. പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കി, ഇവിടെ ഒരു ഉദാഹരണം. 20,000 വരുമാനമുള്ള ആൾ 10% നികുതി കൊടുക്കണം. 30,000 വരുമാനമുള്ള ആൾ 10% നികുതി കൊടുക്കണം. 50,000 വരുമാനമുള്ള ആൾ 10% നികുതി കൊടുക്കണം. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം എത്ര തന്നെ കൂടിയാലും കുറഞ്ഞാലും ടാക്സ് റേറ്റ് ചേഞ്ച് ഇല്ല. പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ അതാണ് പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം എത്ര കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് കൂടും, പക്ഷേ ടാക്സ് റേറ്റ് സെയിം ആയിട്ട് തുടരും. ഇതിനാണെന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികളുടെ ടാക്സ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടാക്സ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ പ്രോഗ്രസീവ്, റിഗ്രസീവ് ആൻഡ് പ്രപ്പോർഷണൽ ടാക്സിൻ്റെ ഉദാഹരണം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ടാക്സേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ
ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, സെസ്, സർചാർജ്, ലാഫർ കർവ്, അതുപോലെ ടാക്സ് ഇവേഷൻ, ടാക്സ് ഡിഡക്ഷൻ, ടാക്സ് എക്സംഷൻ, ഇത്തരത്തിലുള്ള കുറേ ടെർമിനോളജീസ്, പിന്നെ ഡയറക്റ്റ് ടാക്സിനകത്തുള്ള കമ്പോണൻസ്, ഇൻഡയറക്റ്റ് ടാക്സിനകത്തുള്ള കമ്പോണൻസ്, GST, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.